ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലത്തെ ഞായുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അടീനിയത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അടീനിയം ബോൺസായി എങ്ങനെ ചെയ്തിരിക്കണേന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്തതിന് ഇതൊരു 10 വർഷമായ അടീനിയങ്ങളിൽ ബോൺസായി ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ബോൺസായി. നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നല്ല അടീനിയത്തിൻ്റെ ബോൺസായി നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ 10 വർഷമായ അടീനിയത്തിൻ്റെ ബോൺസായിയൊക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങാൻ പോകുന്ന വെച്ചാൽ നല്ലൊരു പൈസ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ സ്വന്തമായി ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അതൊക്കെ ഒന്ന് പഠിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഇതേപോലെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. രാവിലെ തന്നെ ഭയങ്കര ചൂട് കിട്ടാ, വെയിൽ ഒരാഴ്ചയായിട്ട് ഇവിടെ നല്ല പൊരിഞ്ഞ വെയിലുണ്ട് തൃശ്ശൂർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഈ അടീനിയം ബോൺസായി എങ്ങനെ ഞാൻ ചെയ്തെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടീനിയത്തിൻ്റെ പ്രായം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതേ ഇതിൻ്റെ ഈ താഴത്തെ കോഡക്സ് നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ റൂട്ട് ട്രെയിൻ ചെയ്തെടുത്ത ഒരു അടീനിയാണ്. ഇതിൻ്റെ താഴ്ഭാഗം കണ്ട ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നത്. പ്രൂൺ ചെയ്ത് ഒരുപാട് ഇത് കൊമ്പുകളൊക്കെ വന്ന് ഇതിൻ്റെ അടുത്ത ബോൺസായി കണ്ട നോക്കിയ എത്ര ഇതിൻ്റെ കടേര വണ്ണം നോക്കുക. എൻ്റെ കൈ കൊണ്ട് പിടിച്ചാലും ഒതുങ്ങില്ല, അത്രയ്ക്ക് കടേര വണ്ണം നമുക്കിത് കണ്ടാലറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്ത ബോൺസായികളാണ്. അടുത്തത് ദൈവറിന് വെടിയുണ്ട്. ഇതിൻ്റെ വേര് നോക്കി അടിഭാഗം, ഇതിൻ്റെ കടേര വണ്ണം നോക്കിയൊന്ന് 2 കൈ വെച്ചാലേ നമുക്കിത് പിടിച്ചാലും ഒതുങ്ങുള്ളൂ. എൻ്റെ കൈ കൊണ്ട് ഇത് ഒതുങ്ങില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതുപോലെ നമ്മൾ കണ്ട ചെയ്തെടുത്തിട്ടുള്ളത് എന്താ ഭംഗിന്ന് നോക്ക്. ഈ അടീനിയൊക്കെ പൂക്കളില്ലെങ്കിലും തന്നെ ഇത് ചെടി മാത്രം ഇരിക്കാനും ഒരു പ്രത്യേക ഭംഗിന് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനേ. ഇതിൽ പൂക്കളുണ്ട്. ഇത് സിംഗിൾ പെറ്റലായിട്ടുള്ള വൈറ്റ് അടീനിയാണിത്. അപ്പം ഇതിൽ ഞാനിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൾട്ടി പെറ്റല് കളറ് ഇതൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. ഇത് സിംഗിൾ പെറ്റലായ വൈറ്റ് അടീനിയാണ് കേട്ടോ. അടുത്ത ഒരു ബോൺസായി ഇതാണ്. ഇതിൻ്റെ കോഡക്സിൻ്റെ വലിപ്പവും ഇത് കടഭാഗമൊക്കെ നോക്കിയേ. തിരിക്കട്ടോ, ഒന്ന് തിരിച്ചാലേ കാണുള്ളൂ എങ്ങനെയെന്ന്. കണ്ട നോക്കിയതൊന്ന്. അടീനിയം ബോൺസായി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു അടീനിയത്തിൻ്റെ തയ്യിന് കണ്ട, ഇതേപോലെ ഒരു അടീനിയത്തിൻ്റെ തൈ എടുക്കാം. പിന്നെ നമുക്ക് ബോൺസായി പോട്ട് വേണം. നല്ല ഹോളുള്ള ബോൺസായി പോട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ മൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുതിയ ബ്ലേഡാണ്. പഴയ ബ്ലേഡ് പാടില്ലേ, പുതിയ ബ്ലേഡ്. അല്ലെങ്കിൽ പിന്നെ കത്തി ഉപയോഗിക്കുക. കത്തി ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഇട്ട് നന്നായി നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്ത കത്തിയായിരിക്കണം. അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് അങ്ങനത്തെ കത്തിയായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. ഇത് ഫംഗിസൈഡ് എടുത്തിട്ടുണ്ട്, സാഫ്. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ അടീനിയം കട്ട് ചെയ്തെടുക്കണം നമുക്ക്. ഞാനിപ്പോൾ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാനായിട്ട്, പുതിയ ബ്ലേഡ്. അപ്പം കട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ നാരുകളൊക്കെ ആദ്യം നമ്മൾ മുറിച്ച് കളയാം.
അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ആദ്യം തന്നെ നമുക്ക് ഈ അടീനിയത്തിൻ്റെ കട ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ബ്ലേഡ് വെച്ചിട്ട്, പുതിയ ബ്ലേഡാണ്, ഈ ബ്ലേഡ് വെച്ചിട്ട് പതുക്കെ ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക്. കത്തി വെച്ചിട്ടും ചെയ്യാട്ടോ. ബ്ലേഡ് ചില സമയത്ത് നമുക്ക് മുറിക്കാൻ പറ്റൂല അടീനിയത്തിൻ്റെ കടയിൽ. അപ്പം നമുക്ക് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഇതിൽ നിന്നൊരു പാല് പോലത്തെ ഒരു പശ വരും. അടീനിയം നമ്മൾ മഴക്കാലത്ത് ഒരിക്കലും പ്രൂൺ ചെയ്യരുത് കേട്ടോ. കൊല്ലത്തിൽ 2 പ്രാവശ്യം നമുക്ക് നമ്മുടെ അടീനിയം പ്രൂൺ ചെയ്യാൻ പറ്റും. മഴയില്ലാത്ത സമയം, നല്ല ചൂടുള്ള സമയം നോക്കിയിട്ട് വേണം അടീനിയം നമ്മളെപ്പോഴും പ്രൂൺ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇതിങ്ങനെ കടങ്ങനെ മുറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. തൊലിയൊക്കെ ചെത്തിയിട്ടേ ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി കൊടുക്കണം. ചുറ്റും തൊലി ചുറ്റും ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടയ്ക്കുക. ഇതിൻ്റെ പശയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പശയൊക്കെ നന്നായി തുടച്ചെടുക്കണം നമുക്ക്. നന്നായി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സൈഡൊന്നും കൂടെ മുറിക്കാനുണ്ട് കേട്ടോ. ലെവൽ ചെയ്യാട്ടോ, കുറച്ചും കൂടി ലെവൽ ചെയ്യാനുണ്ട്. നമ്മൾ നടുമ്പോൾ ഇത് ശരിയാവില്ലേ. ലെവലായി ഇരിക്കണത്. ലെവൽ ചെയ്യുക നന്നായിട്ട്. പുതിയ ബ്ലേഡ് ആകുമ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഒന്നും കൂടെ നമുക്കിതിനൊന്ന് തുടയ്ക്കാം. ഒരു പശ വരും നമ്മളിത് മുറിക്കുമ്പോഴേ. നല്ല ഡ്രൈ ആയിട്ട് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് പരട്ടി കൊടുക്കാം. സാഫ് നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ സാഫ് പരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ ഇത് പ്ലാന്റ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മൾ ഉണങ്ങാൻ ഇതിൻ്റെ കട ഇങ്ങനെ ഇത് പിടിച്ച് നല്ല ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിതൊന്ന് വെയിലത്തൊന്നും ഇടണ്ട. നമ്മളെവിടെയെങ്കിലും ഒരു തണലത്ത് അടയ്ക്കാൻ മതി. ഇത് ഒരു വള്ളിമേ ഹാങ് ചെയ്തിട്ടാൽ മതി, ഡ്രൈ ആയിക്കോളും. അപ്പം ഇതേപോലെ നമ്മളിത് പരട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കരുത്. അപ്പം ഇതിവിടെ ഇരുന്നിട്ട് ഇനി ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ ആയിട്ട് വേണം നമുക്കിനി ഇത് പ്ലാന്റ് ചെയ്യണമെങ്കിൽ. അടീനിയം നമുക്ക് വർഷത്തിൽ 2 തവണ പ്രൂൺ ചെയ്യാൻ പറ്റും. പ്രൂൺ ചെയ്താലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൊമ്പുകൾ വന്ന് നിറയെ പൂക്കൾ വരും. അതാണ് അതിൻ്റെ ഗുണം. അടീനിയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഒരിക്കലും നമ്മൾ അടീനിയം പ്രൂൺ ചെയ്യരുത് കേട്ടോ. അടീനിയം 2 തരത്തിൽ നമുക്ക് തൈകൾ വെച്ച് പിടിപ്പിക്കാം. ഒന്ന് കൊമ്പ് മുറിച്ച് നട്ട് അടീനിയത്തിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാം. പിന്നെ വിത്ത് പാകിയിട്ട് നമുക്ക് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. വിത്ത് പാകി കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ആ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. 2 ഗുണമുണ്ട് വിത്ത് പാകി ഉണ്ടാക്കുന്ന തൈകൾക്ക്.
ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് വെച്ചിട്ട് വരാം, ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അടീനിയത്തിൻ്റെ കട ഇപ്പം നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം 2-3 ദിവസമൊക്കെ തണലത്ത് വെച്ച് ഉണക്കിയാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടാ. ഇത് നല്ല വെയിലത്ത് കൊണ്ടിടാണ്ട് ഇന്നാ മതി നമ്മൾ. ഇനി നമുക്കിത് പോട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ ബോൺസായി പോട്ടിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് ഈ ഹോളിൻ്റെ നടുവിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടീനിയം വയ്ക്കുക. അടീനിയം നമ്മളിപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു കണ്ട. ഇനി നമുക്ക് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കാം. ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുക ചുറ്റും. ഇത് ഞാൻ പോട്ടിങ് മിക്സ് എടുത്തിട്ടുള്ളത് എംസാൻഡും ചാണകപ്പൊടിയും മണ്ണും കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ടുണ്ട് ഇതിൽ കേട്ടാ, ലേശം. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ് ചെരിയാണ്ട് വെക്കണം, മറിഞ്ഞ് വീഴാൻ പാടില്ല. അതേപോലെ വെച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ നമുക്ക് മുഴുവനായിട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മുഴുവനായി മണ്ണൊക്കെ ഇട്ട് ബോൺസായിനെ നന്നായി ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, പ്രസ് ചെയ്ത് കേട്ടാ. ഇനി ലേശം വെള്ളം നമുക്ക് ഇതിൽ തെളിച്ച് കൊടുക്കണം. സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ തെളിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ടായാലും കുറേശ്ശെ ഇങ്ങനെ തെളിച്ച് കൊടുക്കാം. അധികം വെള്ളം വേണ്ടല്ലോ ഇതിന്. അപ്പോൾ ചെറിയൊരു നനവ്, എന്നും വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതിന്. നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇത് നനവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ചെറുതായിട്ട് ഇപ്പം നമ്മൾ നനച്ച് കൊടുത്തിട്ടുണ്ട്, ഇത് മതി, ഇത്ര വെള്ളം മതി. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ എന്തെങ്കിലും കാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ഇത് ഇളകാൻ പാടില്ല. ചിലപ്പോൾ നമ്മളിത് പുറത്ത് വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പൂച്ച അതിൽ പോയി ചാടി അപ്പോൾ ഇത് ഇളകും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാറ്റ് വന്നു അപ്പോൾ ചിലപ്പോൾ ഇത് മറിഞ്ഞ് വീഴും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണം. ഇതേപോലെ നമ്മൾ ഇത് ഇളകാണ്ടിരിക്കാനും ഇതിൻ്റെ പൊസിഷൻ തെറ്റാണ്ടിരിക്കാനും ഇതേപോലെ നമ്മൾ 2 സപ്പോർട്ട് വെച്ച് കൊടുക്കും, 2 സൈഡിലും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു കണ്ട. നല്ല കനമുള്ള ഇതിപ്പോൾ ഗ്രാനൈറ്റിൻ്റെ പീസാണ്. ഇതൊക്കെ ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബോൺസായി ഉണ്ടാക്കുമ്പോൾ എടുക്കാനേ. അപ്പം നമ്മൾ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഇതേപോലെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ പൂച്ചയല്ല നായല്ല എന്ത് ചാടിയാലും ഇളകൂല കണ്ട. നല്ല കനമുള്ള ഗ്രാനൈറ്റിൻ്റെ പീസാണ് നമ്മൾ ഇതുമ്മ കയറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇത് ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കണം കേട്ടാ, വെയിലത്ത് കൊണ്ടുവയ്ക്കരുത്. സൂര്യപ്രകാശം ചെറുതായിട്ട് കിട്ടണ ഒരു സ്ഥലം നോക്കിയിട്ട് ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇതിനി 1 മാസം കഴിയുമ്പോൾ നല്ലൊരു ബോണസായി ഇത് വളർന്നു വരും. അതുപോലെ ഇനി ഞാൻ എൻ്റെ ഈ ബോൺസായികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് അടീനിയങ്ങളാണ് കേട്ടോ. ഓൺലൈനിൽ വാങ്ങി വെച്ചതുണ്ട്, ഹൈബ്രിഡും ഉണ്ട്, നാടൻ വെറൈറ്റികളുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് കളറാണ്, കുറച്ച് വലിയ പൂവാണ്. ഇത് മുഴുവനായി വിടർന്നു കഴിഞ്ഞാൽ ശരിക്കൊരു റോസാപ്പൂ നിൽക്കുന്ന പോലത്തെ ഒരു ഭംഗിയാണ് ഇതിന്. ഇത് ഞാൻ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് മുട്ടുകൾ വന്നു. ഇതിൽ ഒരേ കൊലയിൽ എന്തോരം മുട്ടുകളുണ്ട് നോക്ക് കണ്ട. ഇത് നാടൻ വെറൈറ്റിന് ഈ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ പൂവാണിത് കണ്ട. നാടൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൂവ് ഭയങ്കര ഭംഗിന് കാണാൻ. നല്ലൊരു റെഡുമാണ്, പിങ്ക് കലർന്ന റെഡ്. ഇത് മൾട്ടിപെറ്റലാണ്.
ഇത് ഹൈബ്രിഡ് വെറൈറ്റീന് വാങ്ങി വെച്ചതാണ് ഞാൻ. ഇതൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ പിടിപ്പിക്കുക. ഈ ഒരു റെഡ് കണ്ട, ഇത് നല്ലൊരു കണ്ണ് ചിന്നണ റെഡാണിത്. നല്ല ഭംഗിന് കാണാനായിട്ട് ആ ഒരു പൂവ്. നാടൻ അടീനിയങ്ങളായാലും ചില പൂക്കൾ ഭയങ്കര ഭംഗിന് കാണാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഇല കാണാണ്ട് ഇതിങ്ങനെ പൂത്ത് നിൽക്കുമ്പോഴേ നല്ല ഭംഗിന് കാണാനായിട്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ്. സിംഗിൾ പെറ്റൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ കൊലയായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാളിന് കുറച്ച് നീളം കൂടുതലാണ്, അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇത്. ഒരു നാടൻ വെറൈറ്റീന് ഇതൊക്കെ ഇല കാണാണ്ട് അതുപോലെ പൂക്കളുണ്ടാവും, കൊലയായിട്ട് പൂക്കും, നല്ല ഭംഗിയുള്ളതാണ്. റെഡ് തന്നെ എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റി ഉണ്ട്. വലിയ പൂക്കളുണ്ട്, കൊച്ചു പൂക്കളുണ്ട്, മൾട്ടി പെറ്റലുണ്ട്. ഈ ഒരു റെഡ് നോക്കിയേ, വേരിൻ്റെ അവിടെ നിന്ന് തൊട്ട് പൂക്കളുണ്ടാവും. ഈ ഒരു അടീനിയം കണ്ട, മണ്ണിനോട് മുട്ടി നിൽക്കണ പൂക്കളും മുട്ടുകളൊക്കെ അതേപോലെ പൂക്കണ ഒരു വെറൈറ്റീനത്. ഇതൊരു നാടൻ വെറൈറ്റീന്. നാടൻ വെറൈറ്റി കുറേ ഉണ്ട്. നാടൻ വെറൈറ്റി നമ്മൾ അധികം കെയർ കൊടുത്തില്ലെങ്കിൽ എപ്പോഴും പൂവുണ്ടാവും. ഇത് ഹൈബ്രിഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ഒന്ന് നോക്കിയേ, എന്താ ഭംഗിന്ന് കാണാനായിട്ട്. റോസാപ്പൂ നിൽക്കണ പോലെയാണ്, വലിയ പൂവാണ് ഇതിൻ്റെ. ഇതൊക്കെ നല്ല ഭംഗിന് പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാനായിട്ട്. ഇതൊരു പിങ്കാണ്. ഇത് നല്ല ഡാർക്ക് റെഡാണ്, മൾട്ടി പെറ്റൽ അടീനിയാണ്. ഇത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് കേട്ടോ. ഇതിൻ്റെ എതളിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഡാർക്ക് റെഡിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോഴേ അതിനെ കൂടുതൽ ഭംഗിയാക്കണ് ആ പൂവിനെ. നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. എൻ്റെ കയ്യിൽ ഇത് 3 വിത്തിട്ട് 3 തൈ മുളച്ചിട്ടുണ്ട്. അങ്ങനെ 3 തൈ ഉണ്ട് ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ. ഇത് നമ്മൾ ആദ്യം ഇതിൽ പൂ വന്നപ്പോൾ ഒരു സിംഗിൾ പെറ്റലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഭയങ്കര നിരാശയായി എനിക്ക്. പിന്നെ അടുത്ത പൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നത്തെ തവണ പൂക്കൾ വന്നപ്പോഴൊക്കെ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ വന്നു ഇതിൽ കണ്ട. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ആ ഡാർക്ക് റെഡ്. ചെടി താഴേക്ക് പോവാ, നമുക്ക് വീഡിയോ പിടിക്കൽ കഴിഞ്ഞു വാ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള നല്ല നല്ല ഉപകാരമുള്ള വീഡിയോകളായിട്ട് ഇനിയും വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.